നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാനുള്ള നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. യാതൊരു കെമിക്കലും ഇല്ലാതെ തന്നെ മുടി കറുപ്പിക്കാനും മുടി നന്നായി വളർത്താനും നമുക്ക് സാധിക്കും. അകാലനര ഇന്ന് എല്ലാവരിലും കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലേ. അകാലനര കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാറാണ് പതിവ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് തന്നെ പെട്ടെന്ന് പോകുന്നത്. ഇങ്ങനെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോഴും അതുപോലെ മുടി വളരാനും മുടി കറുക്കും എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ കിട്ടുന്ന പലവിധ എണ്ണകളൊക്കെ വാങ്ങി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കെമിക്കൽ ഡൈകളും മാർക്കറ്റിൽ കിട്ടുന്ന പലതരത്തിലുള്ള എണ്ണകളുമൊക്കെ മാറി മാറി ഉപയോഗിക്കുമ്പം നമുക്ക് മുടി വളരുകയുമില്ല, മുടി കറുക്കുകയുമില്ല. മറിച്ച് നമുക്ക് പല വിധത്തിലുള്ള അലർജി പ്രശ്നങ്ങളും ത്വക്ക് രോഗങ്ങളും എന്നുവേണ്ട വലിയ അസുഖങ്ങൾ പോലും ഉണ്ടാകുന്നു എന്നാണ് പഠനങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പലതരത്തിലുള്ള ഹെയർ ഡൈകൾ നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഇന്ന് നമ്മൾ സവാള ഉപയോഗിച്ചിട്ടാണ് ഹെയർ ഡൈ തയ്യാറാക്കിയിരിക്കുന്നത്. സവാളയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ധാരാളം സൾഫർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്കും നന്നായി മുടി കറുക്കാനുമൊക്കെ സവാള ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യും. ഇതുപോലെ നല്ല രീതിയിൽ മുടി വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്കും സവാള ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ഇവിടെ നമുക്കൊരു സവാള ആവശ്യമുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. സവാള എടുക്കുമ്പോൾ അതിൽ കറുത്ത പൂപ്പൽ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കാം. സവാളയിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തന്നെ മുടി വളർത്താനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അകാലനര തടയാനായിട്ടും സവാള വളരെയധികം ഗുണകരമാണ്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് അരിച്ചും കൂടി എടുക്കാം. നമുക്കിത് പേസ്റ്റ് അല്ല വേണ്ടത്, ഇതിൻ്റെ ഈ ഒരു സവാളയുടെ നീരാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായി ഇത് ഒന്ന് പ്രസ് ചെയ്ത് തന്നെ നന്നായി ഇതിൻ്റെ നീരൊന്നെടുക്കാം. സവാള നീര് ഡയറക്റ്റ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യരുത്. ചില ആൾക്കാർക്ക് സവാള നീര് ഡയറക്റ്റ് തലയോട്ടിയിലോ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പം അലർജി പോലെയുള്ള അല്ലെങ്കിൽ ചൊറിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർ ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം മുടിയിലേക്ക് നീര് അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്കിപ്പോൾ ഒരു ബൗൾ നിറച്ചും നീര് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്നത്. നമുക്ക് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ആവശ്യമുണ്ട്. അതിലൊന്നാണ് കറിവേപ്പില. ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ എടുക്കുക. കറിവേപ്പില അതിൻ്റെ തണ്ടിൽ നിന്ന് വേർപെടുത്തി എടുത്തതിന് ശേഷം നമുക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കാം. അതിലേക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കറിവേപ്പില നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടുന്ന ആ ഒരു പാകത്തിൽ തന്നെ ആക്കിയെടുക്കണം. കറിവേപ്പിലയിൽ മുടി കറുക്കാനുള്ള മെലാനിൻ വീണ്ടെടുക്കാനുള്ള കഴിവുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ബദാമും നന്നായിട്ട് മുടി കറുപ്പിക്കാനും മുടി നന്നായി വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ബദാമും കറിവേപ്പിലയും നമുക്ക് നന്നായി ചൂടാക്കിയെടുക്കാം. ബദാം പൊടിഞ്ഞു കിട്ടണം, കറിവേപ്പിലയും പൊടിഞ്ഞു കിട്ടണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മളിത് ചൂടാക്കിയെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചൂടാക്കിയെടുക്കാനായിട്ട്. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെ എടുക്കണമെന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ഡൈ ഉണ്ടാക്കുമ്പോഴും ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ അംശം കൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ഡൈയിലേക്ക് എത്താനും അത് നമ്മുടെ തലയോട്ടിയിലെ ഫോളിക്കിൾസിലേക്ക് എത്താനും സഹായിക്കും. അതുകൊണ്ടാണ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. മുടി വളരാനും നമുക്ക് നന്നായിട്ട് മുടി കറുക്കാനും ഒക്കെ അയണും ആവശ്യമായിട്ടുള്ളതാണ്. അയണും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് മുടി വളർച്ചയ്ക്കും മുടി കറുക്കാനും ഒക്കെ. അതുകൊണ്ടാണ് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയിലും മൺചട്ടിയിലും ഒക്കെ ആയിരുന്നല്ലോ. അത് ഇരുമ്പിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ എത്താനും കൂടെ വേണ്ടിയിട്ടാണ്. കറിവേപ്പില നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബദാമും. ഇനി നമ്മളിതൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇതൊന്ന് ചൂടാറി കിട്ടുന്ന സമയത്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടെ തയ്യാറാക്കാനുണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ടാക്കുന്ന സമയത്ത് നന്നായി പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഈ സമയം ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെല്ലിക്കാപ്പൊടിയിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയതാണ്. ഇത് നന്നായിട്ട് മുടി കറുക്കാനും മുടി വളരാനും സഹായിക്കുന്നതാണ്. നെല്ലിക്കാപ്പൊടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അതും ചെറിയ തീയിലിട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ചെറു തീയിലിട്ടിട്ട് കളർ മാറുന്നത് വരെ ഒന്ന് ചെറുതായി ചൂടാക്കിയെടുക്കണം. നെല്ലിക്കാപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡൈയുടെ വീഡിയോ നമ്മൾ മുൻപിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ ഉണക്ക നെല്ലിക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കറിവേപ്പിലയുടെയും ബദാമിൻ്റെയും കൂടെ ഇട്ട് നന്നായി ചൂടാക്കി എടുക്കുക.
അതിനുശേഷം നന്നായി പൊടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്താലും മതി. ഇപ്പം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച കറിവേപ്പിലയും ബദാമും നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് കറിവേപ്പിലയുടെ പൗഡറൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചാലും മതിയാവും. ഇനി ഞാനിതൊന്ന് നന്നായി പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മൾ കറിവേപ്പിലയും ബദാമും നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരുപാടൊക്കെ പൊടിക്കുന്ന സമയത്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പൊടി അതിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന നെല്ലിക്കാപ്പൊടി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും കളറൊന്നും മാറിയിട്ടില്ല. ചെറിയ രീതിയിൽ കളർ മാറി വരുന്നതേ ഉള്ളൂ. നന്നായി തന്നെ കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ പൊടിച്ചിരിക്കുന്ന ആ ഒരു പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആ ബദാമും കറിവേപ്പിലയും കൂടെ പൊടിച്ച പൗഡർ കൂടി നെല്ലിക്കാപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ഒന്ന് ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാടൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നന്നായി ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ മാറി വരുന്നതും കാണാൻ സാധിക്കും. ആ സമയത്ത് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ചെടുത്ത ആ സവാളയുടെ നീരുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കുറച്ചായിട്ട് നമ്മൾ സവാളയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസായി പോയാൽ മുടിയിൽ പിടിക്കാതെ ഒഴുകി പോകും. അതുകൊണ്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഈ സവാളയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഹെയർ ഡൈ രാത്രിയിലാണ് തയ്യാറാക്കുന്നത്. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ രാത്രിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് അത് ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇരുന്നോളും. അപ്പോൾ ഇരുമ്പിൻ്റെ അംശവുമൊക്കെ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് ഇറങ്ങാനും അതുപോലെ ഈ ഒരു ഹെയർ ഡൈ അതിൻ്റെ കളറ് റിലീസ് ചെയ്യാനും തുടങ്ങും. ഈ ഒരു 8 മണിക്കൂർ സമയം ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾ പകലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറഞ്ഞതൊരു 5-6 മണിക്കൂറെങ്കിലും ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ തന്നെ ഇത് വെച്ചിരിക്കണം. ഇപ്പോൾ ഞാനിത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. രാവിലെയാണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത്. ഇപ്പോൾ ഞാനിത് മൂടി വയ്ക്കുന്നുണ്ട്. രാവിലെ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഡൈ ഒക്കെ നല്ല രീതിയിൽ കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം കൂടിയൊക്കെ വയ്ക്കാം. 2 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കറുപ്പ് കിട്ടും. കറുപ്പ് കിട്ടുന്നത് ഹെയർ ഡൈക്ക് മാത്രമല്ല കേട്ടോ, നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തും മുടിക്കും കറുപ്പ് കിട്ടും. പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് കയ്യിൽ കറക്കും, അല്ലെങ്കിൽ ഡൈ മാത്രം കറക്കും, മുടിയിൽ തേച്ചാൽ കറക്കില്ല എന്നൊക്കെ. നമ്മൾ മുടിയിൽ കറക്കുന്ന ഹെയർ ഡൈകൾ മുടിയിൽ കറുപ്പ് കിട്ടും എന്ന് തന്നെ പറയാറുണ്ട്. ഇനി അതല്ലാത്ത ഹെയർ ഡൈകൾ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ യൂസ് ചെയ്യണം എന്നും പറയാറുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നവ അങ്ങനെയും പറയാറുണ്ട്. ഇത് നമ്മുടെ മുടിയിലേക്ക് തേച്ചാൽ എന്തായാലും നല്ല കറുപ്പ് കിട്ടും, മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും. ഇനി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചെവിയുടെ പുറകിലോ കൈത്തണ്ടയിലോ ഒക്കെ ഇത് കുറച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. സവാള നീര് ചില ആൾക്കാർക്കൊക്കെ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇച്ചിങ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഇല്ലാത്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എണ്ണയില്ലെങ്കിൽ മുടിയിൽ നന്നായി ഇത് പിടിക്കുകയുള്ളൂ. കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ കളർ തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ 3-4 തവണയൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നൊരു ഹെയർ ഡൈ ആണ്. കാരണം അവരുടെ അമ്മ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞതും ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുതേ. വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്